ആക്രമിച്ച കേസിലെ വിധിയിൽ പ്രതികരണവുമായി അതിജീവിത. തന്റെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ചെന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പ്. വിധി നിരാശപ്പെടുത്തിയെന്നും പോസ്റ്റിൽ. സൈഫുന്നീസ അലിയാറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുന്നീസ, എന്തായാലും ഈ ഒരു വിധി വന്നതിന് ശേഷം ആദ്യമായി അതിജീവിത പ്രതികരിച്ചിരിക്കുകയാണ്. അതിജീവിതയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഭാഗ്യലക്ഷ്മിയൊക്കെ പ്രതികരണം നടത്തിയെങ്കിൽ പോലും ഇതിപ്പോൾ ആദ്യമായി തന്നെ അതിജീവിത പ്രതികരിച്ചിരിക്കുന്നു. നിരാശപ്പെടുത്തി എന്നാണ് പറയുന്നതും. എന്താണ് ആ പോസ്റ്റിൽ കൂടുതലായി പറയുന്നത്? തീർച്ചയായും അല്പസമയം മുൻപാണ് അതിജീവിത ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഡിസംബർ 12, 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഒന്നാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് എപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1-2 തവണ മാത്രമാണ് ഞാൻ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു എന്നാണ് അതിജീവിത പറയുന്നത്. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. കോടതിക്കെതിരെയുള്ള അതിജീവിതയുടെ ആദ്യമായ ഒരു പ്രതികരണമാണിത്. പലരെയും ഈ വിധി നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം, പക്ഷേ എനിക്കിതിൽ അത്ഭുതം തോന്നുന്നില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു എന്നുള്ളത്. അതായത് 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടതിലുള്ള അതിജീവിതയുടെ കൃത്യമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രതിയിലേക്ക് മാത്രം എത്തുമ്പോൾ കോടതി നടപടികളിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള അതിജീവിതയുടെ ഒരു നിരീക്ഷണം കൂടിയാണ് ഈ പോസ്റ്റിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് എന്നും ഈ പോസ്റ്റിൽ പറയുന്നു. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് ഒരു ബോൾഡ് ലെറ്ററിലാണ് ഈ അതിജീവിത ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. നിയമത്തിന്റെ മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നാണ്. അതായത് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന ഒരു സൂചന കൂടിയാണ് അതിജീവിത നൽകുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നുവെന്നും അതിജീവിത ഈ പോസ്റ്റിൽ പറയുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതായത് ഈ പ്രതികൾക്ക് വേണ്ടി പല രീതിയിലുള്ള ഓൺലൈൻ പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്, പെയ്ഡ് വാർത്തകളും നടക്കുന്നുണ്ട്. അതെല്ലാം പണം വാങ്ങി ചെയ്യുന്നവർ അത് തുടർന്നോളൂ എന്നുകൂടി അതിജീവിത പറയുന്നുണ്ട്. ഈ ട്രയൽ കോടതിയിൽ തൻ്റെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എണ്ണിയാണ് അതിജീവിത പറയുന്നത്. അത് 6 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യമുള്ള കാര്യം പറയുന്നത്, ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ്, അതായത് ഈ ആക്രമിക്കുന്നതിന് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് എന്ന് പറയുകയാണ്. അതിൽ എന്തുകൊണ്ടാണ് താനിക്ക് ഈ കോടതിയിൽ, വിചാരണ കോടതിയിൽ അടിയം വർഗീസിന്റെ കീഴിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ ആ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്തൊക്കെയാണ് എന്ന് ഓരോ കാര്യങ്ങളും 6 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അതിജീവിത ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും ഈ കോടതിയിൽ ഇരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചത്, 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് ഒഴിഞ്ഞത്, മറ്റു വിഷയങ്ങൾ ഈ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും അടക്കം കത്തയച്ചത്, സുപ്രീം കോടതിക്ക് കത്തയച്ചത്, ഓപ്പൺ കോടതിയിൽ ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ട് അതും നിഷേധിക്കപ്പെട്ടത്. അതായത് ഈ കേസിൽ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഓപ്പൺ കോടതിയിൽ വേണ്ട, ഇത് അടച്ചിട്ട കോടതിയിൽ വേണം എന്നുള്ളത് ഈ പ്രതി തന്നെ ഹർജി നൽകുകയും, പക്ഷെ അതിജീവിത തന്നെ പറയുന്നു തനിക്ക് ഓപ്പൺ കോടതിയിൽ ഈ വിഷയം ചർച്ച ചെയ്താൽ മതിയെന്ന് അതിജീവിത പറഞ്ഞിട്ടും അത് ഒരു രീതിയിലും പരിഗണിക്കപ്പെട്ടില്ല. അതെല്ലാം ഓരോ പ്രത്യേക താല്പര്യത്തിൻ്റെ ഭാഗമായി മാത്രമാണ് മനസ്സിലാക്കേണ്ടതെന്ന് കൃത്യമായി അതിജീവിത പറഞ്ഞു വെക്കുകയാണ് ഈ പോസ്റ്റിലൂടെ. എന്തായാലും കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടടുത്ത് വിമർശനങ്ങൾ ഉന്നയിച്ചും തൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ കോടതി വിധിയിൽ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയുമാണ് അതിജീവിത ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ശരി.
ശരി സൈഫുന്നിസ.